അങ്ങനെ ഈ ആഴ്ച ഇറങ്ങിയ രണ്ടാമത്തെ പടം വള മൂവിയും കണ്ടു. അപ്പോൾ ഈ സിനിമ എല്ലാവരും ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാവും. വള തന്നെയാണ് ഈ സിനിമയുടെ പ്രധാന സംഭവം. അപ്പോൾ ഒരു വളയുമായി ബന്ധപ്പെട്ടാണ് സിനിമ അങ്ങോട്ട് പുരോഗമിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ മുഹാഷിനാണ്. അതുപോലെ ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് ഹർഷാദാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. രണ്ടുപേരും ഈ കഥയുടെ കാര്യത്തിലും ഡയറക്ഷൻ്റെ കാര്യത്തിലും പരാജയമാണ്. തിരക്കഥ ഒട്ടും സുഖമില്ല. കഥയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ആ ഒരു മാറ്റർ ഇത് മതിയോ? ഈ ഒരു മാറ്ററുമായി ബന്ധപ്പെട്ട് ഈ സിനിമയിലുള്ള എല്ലാ കഥാപാത്രങ്ങളും കൂടി ആകെ ബഹളവും സംഭവങ്ങളും ആയിട്ടാണ് സിനിമ പുരോഗമിക്കുന്നത്. അതിന് മാത്രം ഇതിൽ എന്താണുള്ളത്? ആ മാറ്റർ ഒരു വലുതായിരുന്നെങ്കിലല്ലേ ഇവർ കാണിച്ചു കൂട്ടുന്നതിനൊരു സുഖം ഉണ്ടാവുള്ളൂ. ഇത് ഒരു വളയുമായി ബന്ധപ്പെട്ട് ഈ സിനിമ അങ്ങനെ പോകുമ്പോൾ ഈ വളയ്ക്ക് ശരിക്ക് എന്തെങ്കിലും ഒരു അത്ഭുത സിദ്ധികളോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഭയങ്കര സംഭവങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒരു സുഖം ഉണ്ടായേനെ. അതൊന്നും ഇല്ലാതെ ഇതിനൊരു ചരിത്രവും കാര്യങ്ങളൊക്കെ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട്. അത് നല്ല പ്രതീക്ഷയൊക്കെ തന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് ഇത് ഭയങ്കര സംഭവമായിരിക്കും എന്നൊക്കെ എനിക്ക് തോന്നിയെങ്കിലും അങ്ങനെ ഒന്നുമേ ഇല്ലാതെ വെറുതെ വള ഊരണം അങ്ങനത്തെ ഒരു ലെവലിൽ ഊരുക എന്നുള്ളൊരു കാര്യത്തിലാണ് സിനിമ അങ്ങനെ പോകുന്നത്. അതെന്താ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ മനസ്സിലാവും. ഊരേണ്ട കാര്യത്തിൽ അതിൽ ഓരോ സംഭവങ്ങളായിട്ട് അങ്ങനെ പോവുകയാണ്. അതിന് മാത്രം ഒരു മൂല്യമുള്ളൊരു വിഷയമായ ഒരു കഥയായിട്ട് ഈ സിനിമ ഇല്ല, എനിക്ക് തോന്നിയില്ല. അപ്പോൾ അത് ഒന്ന് പവർഫുൾ ആക്കിയിരുന്നെങ്കിൽ ഈ സിനിമ ഒന്നുകൂടി കണ്ടിരിക്കാൻ ഒരു സുഖം കിട്ടുമായിരുന്നു. അപ്പോൾ ഇതിൽ ഈ വളയുമായി ബന്ധപ്പെട്ട് കുറേ ഇവർ ചിരിപ്പിക്കാനൊക്കെ സിനിമയിൽ ശ്രമിച്ചിട്ടുണ്ട് സിനിമ എടുത്തവർ. പക്ഷേ അതിനൊക്കെ ചിരി വരുന്നുണ്ടോ ഇല്ലയോ, ഇതിലിവർ സീരിയസ് ആയ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അതിനെന്തായാലും എനിക്ക് ചിരി വന്നു. അത് ഇവർ ചിരിക്കാൻ വേണ്ടിയിട്ടല്ല ആ സംഭവം വെച്ചിരിക്കുന്നത്, സീരിയസ് ആയി കാണിച്ചൊരു കാര്യമാണ്. അതിന് ചിരി വന്നു. ഇത്രയും മൂല്യമുള്ള ഒരു സംഭവത്തെ ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കണമെങ്കിൽ ഒന്ന് അയാളുടെ ജീവൻ മറ്റേയാൾ രക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. അതും അല്ലെങ്കിൽ അത്രത്തോളം മൂല്യമുള്ള എന്തെങ്കിലും ഒരു കാര്യം ആ വ്യക്തി വാങ്ങുന്ന വ്യക്തി കൊടുക്കുന്ന വ്യക്തിക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത് ഒരു ബിരിയാണി പീസിലാണ്. എന്ത് കഥയത്? ഒരു ബിരിയാണി പീസിലാണ് ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നത്. അത് ഇത്രയും മൂല്യമൊക്കെ പറയണ സാധനം. ഇതിന് ചിരി വരാതിരിക്കുമോ? ഇതിൽ എന്ത് സംഭവം ഉണ്ടായത്? അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ ചരിത്രപരമായിട്ടൊക്കെ ഇതിൽ ഈ വളയും കാര്യങ്ങളൊക്കെ ഓക്കെ, അതൊക്കെ കാണിച്ച ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായെങ്കിലും പിന്നെ ഈ സംഭവം ആരുടെ കയ്യിലാണോ ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്, അതായത് കഥയുടെ ഫസ്റ്റ് മുതലുള്ള കാര്യമല്ല പറയണത്, ഇത് ഒരാളിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തിയുടെ കയ്യിലേക്ക് ഇത് എങ്ങനെ വന്നു എന്നുള്ളതിന് യാതൊരു മാറ്ററും ഇല്ല. അതേപോലെ ബിരിയാണിയുടെ കാര്യത്തിലൊക്കെ വളരെ കൂളായിട്ട് അതിന് വേറെ എന്തെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെയല്ലേ ചെയ്യുള്ളൂ. ഏറ്റവും വിലപ്പെട്ട ഒരു സംഭവത്തെ കൊടുക്കണമെങ്കിൽ അതിന് ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യം ചെയ്തിരിക്കണം. അതിന് പകരം ബിരിയാണിയിലേ ഇത് എന്ത് കഥയാ, എന്തൊക്കെയാണ് എഴുതി കൂട്ടി വെച്ചിരിക്കുന്നത്? ആകെ കൂടി സിനിമ വളാന്ന് തുടങ്ങിയിട്ട് സിനിമയുടെ അവസാനം ആകുമ്പോഴേക്കും ആകെ വളാന്നായി. അതേ ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളൂ. ഇത് എങ്ങനെയൊക്കെയോ കൊണ്ടുപോയിട്ട് ഒരു കൊക്കേൻ്റെ മേലേക്ക് ഒരു ജീപ്പ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയൊക്കെയോ ചവിട്ടി പിടിച്ച് നിർത്താൻ നോക്കിയിട്ട് കൊക്കയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഗിയർ മാറ്റിയും ക്ലച്ച് വിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ എങ്ങനെയോ അവസാനം ഒരു ബ്രേക്കിൽ ആഞ്ഞ് ചവിട്ടി നിർത്തിയ പോലെ സിനിമ നിർത്തിയിരിക്കുകയാണ്. കുറേ കാര്യങ്ങൾക്ക് ഇതിൽ ഉത്തരങ്ങളില്ല. ആകെ സിനിമ വലിയ സുഖമൊന്നുമില്ല. ഈ വളയ്ക്ക് പകരം വേറെന്തെങ്കിലും മാറ്റർ എടുത്തിട്ട് പിന്നെ അതേപോലെ ഈ മാറ്ററുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് വരുന്ന സംശയങ്ങൾക്കൊക്കെ കൃത്യമായ ഉത്തരങ്ങളും സിനിമയിൽ വേണം. അതുമില്ല. ഇതിൽ അബു സലീമിനെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് പേര് വരുന്നുണ്ട്.
അവരെന്തിനാണ് അബു സലീമിനെ അപായപ്പെടുത്താൻ നോക്കുന്നത്? അവിടെ വന്ന് അടിപിടി അവിടെ ഇരിക്കട്ടെ, അപായപ്പെടുത്താൻ നോക്കേണ്ട ആവശ്യം എന്താണ്? പിന്നെ അബു സലീമിനും ഈ ഒരു സംഭവങ്ങൾക്കും അങ്ങനെ യാതൊരു വിഷയങ്ങളും ഇല്ല, ബന്ധങ്ങളൊന്നുമില്ല. പുള്ളീനെ ഇതിലിട്ടിട്ടുണ്ട് ഒരു പേരിന്, എന്നിട്ട് പുള്ളിയിലേക്ക് ഒരു കാര്യങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്, അതെന്തായി എന്നൊന്നും കാണിക്കുന്നുമില്ല. അതേപോലെ തന്നെ സിനിമയുടെ അവസാനമാകുമ്പോഴേക്കും ഇതിൽ പിന്നെയൊരു പിടിവലി സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൽ ഒരു പിടിവലി നടത്തുന്ന ആളുടെ മുഖം മൂടി അഴിയുന്നേ ഇല്ല, അതാരാണെന്ന് തന്നെ അറിയുന്നില്ല. അതാരാന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും, ഓക്കെ, അത് ഊഹിച്ചെടുക്കാന്നേ ഉള്ളൂ, എന്നാലും ഒന്ന് കാണിക്കണ്ടേ, കാണിച്ചില്ല, എന്നാലും ശരി ഊഹിച്ചു എന്ന് ഇരിക്കട്ടെ. അതേപോലെ തന്നെ ഇതിൽ കുറച്ച് താടി വെച്ചിട്ട് കുറച്ച് വില്ലന്മാർ കറങ്ങി നടക്കുന്നുണ്ട് ധ്യാൻ ശ്രീനിവാസനുമായി ബന്ധപ്പെട്ട്. അവരുടെ കാര്യം അവസാനം എന്തായി? അതിനും ഒരു ഉത്തരവില്ല. പിന്നെ ഈ ഒരു വളയുമായി ബന്ധപ്പെട്ടിട്ട് ഇതിലെ ഒരു നായിക, ഇതിൽ കുറേ നായികമാരുണ്ട്, 1-2 നായികമാരുണ്ട്. അതിൽ ഒരു നായിക അതേ തന്നെ വേണം പറഞ്ഞിട്ട് ഭയങ്കര, അല്ലെങ്കിൽ ജീവനേ പോകും എന്ന രീതിയിലാണ് അവൾ ഈ സിനിമയിൽ ആ ക്യാരക്ടർ ചെയ്യുന്നത്. എന്ത് വേറെ എത്രയോ കാണിക്കുക, അതൊന്നും പറ്റില്ല, അതന്നെ വേണമെന്നുള്ള ലെവലിൽ അതിനൊരു മതിയായ കാരണം തോന്നുന്നില്ല. പിന്നെ അതേപോലെ മതിയായ കാരണം എന്ന് പറഞ്ഞാൽ അതൊരു തറവാടിത്തം എന്നൊക്കെ പറയുന്നുണ്ട്. തറവാടിത്തമാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ പുള്ളി കാണിച്ചു കൊടുക്കുന്നുണ്ട്, അതിൽ തറവാടിത്തമുള്ളത് ഒരുപാടുണ്ടല്ലോ. ഇതന്നെ വേണമെന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ലല്ലോ. സിനിമയുടെ അവസാനവും കൊണ്ടുപോയിട്ട് ലുക്മാൻ അവറാനോട് ആ കഥാപാത്രം ആ ഒരു പ്രശ്നം അവിടെ അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് വീണ്ടും വേറൊരു സംഭവം സിനിമയുടെ അവസാനം ചോദിക്കുകയാണ്. എന്തോ ഈ സിനിമ നന്നായിരുന്നിട്ട് ഇനി വേറൊരു സംഭവം, അതും ഇതേ സംഭവം തന്നെയാണ് ചോദിക്കുന്നത്. അതിൽ ഇനി പാർട്ട് 2 വരണ പോലെയാണ് സിനിമ കൊണ്ടുപോയിട്ട് നിർത്തി. അതായത് പാർട്ട് 2 എടുക്കുന്നല്ല കാണിച്ചിരിക്കുന്നത്, എന്തോ ഇനി അങ്ങനെ കാണിച്ച് ഈ സിനിമ നന്നായി പോയി കഴിഞ്ഞാൽ പാർട്ട് 2 ആക്കാമല്ലോ എന്നുള്ള രീതിയിൽ നിർത്തിയ പോലെ ഉണ്ട്. അവരങ്ങനെ പറയുന്നില്ല, എന്നാൽ അങ്ങനെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. എന്തിന്? എന്നിട്ട് അതേ സംഭവം തന്നെയാണ് വീണ്ടും ചോദിക്കുക, എന്താ അപ്പം അതിന് മാത്രം ആ സാധനത്തിൽ എന്താ ഉള്ളത്? അപ്പോൾ സിനിമ ശരിക്ക് പറഞ്ഞാൽ കഥ ഒരു സുഖമില്ല. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ലുക്മാൻ അവറാന് ഒരു 8-10 അങ്ങനെ പോയി പുള്ളിക്കൊരു ആക്ഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതേപോലെ ധ്യാൻ ശ്രീനിവാസനൊക്കെ ഇതിൽ ആക്ഷനിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു വിഷയം തന്നെയാണ്. കാരണം പുള്ളി അങ്ങനെ അതിനൊന്നും മെനക്കെടില്ലല്ലോ. ഇതിൽ കുറച്ചൊക്കെ എങ്കിലും പുള്ളി അതിന് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ എപ്പോഴുള്ള ആ കള്ള നോട്ടവും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ സിനിമയിൽ കുഴപ്പമില്ല എന്ന് തോന്നിയ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അത് വിജയരാഘവൻ സാറും ശാന്തി കൃഷ്ണയുടെയും ആ ഭാഗമാണ്. അത് വിജയരാഘവൻ സാറ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്ക് കൊടുത്ത ഭാഗങ്ങൾ അവിടെ പുള്ളിക്ക് പ്രണയത്തിൻ്റെ ലെവലിൽ കൂടി കാര്യങ്ങൾ പോകുന്നുണ്ട്. അതേപോലെ തന്നെ പുള്ളി വളരെ സോഫ്റ്റായിട്ട് പ്രൊഫഷണലും അതേപോലെ പുള്ളിയുടെ ആ ഒരു ഭയങ്കര വികാരങ്ങളുണ്ടല്ലോ, അതായത് സങ്കടം, അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുള്ളി നന്നായിട്ട് ഭാവങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ അതേപോലെ ശാന്തി കൃഷ്ണയും തന്നെ, ഇവർക്ക് 2 പേർക്കും ഇടയിലുള്ള കാര്യങ്ങളും ഒന്നും കുഴപ്പമില്ല. പക്ഷേ അത് സിനിമയുടെ പ്രധാന ഭാഗമായിട്ട് വരുന്നുമില്ല, അതൊരു ഭാഗമായിട്ട് നിൽക്കുന്നു എന്നേ ഉള്ളൂ. പ്രധാന ഭാഗമൊക്കെ തന്നെയാണെങ്കിലും അതൊരു ഭാഗമായിട്ട് നിൽക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലെ മെയിൻ കഥാപാത്രങ്ങൾ ലുക്മാൻ അവറാനും ധ്യാൻ ശ്രീനിവാസനൊക്കെ ആണല്ലോ. അവരൊക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് അങ്ങനെ പോവുകയാണ്. പിന്നെ അതേപോലെ ഇതിലൊരു പോലീസ്, ലുക്മാൻ അവറാൻ്റെ മുകളിൽ വരുന്ന മേലുദ്യോഗസ്ഥനായ പോലീസ്, അങ്ങേര് ഇതിൽ സിനിമയുടെ അവസാനം ആകുമ്പോഴേക്കും ഒരു ലെവലിൽ എത്തി നിൽക്കുന്നുണ്ട്. അതെന്തായി? അതിനും ഒരു ഉത്തരവില്ല. അങ്ങനെ കുറേ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടും കഥയ്ക്ക് എടുത്തിരിക്കുന്ന ആ മാറ്റർ വലിയ പവർ ഇല്ലാതെയും തിരക്കഥ ഒരു സുഖമില്ലാതെയും തീർത്ത സിനിമയാണ് വള.